ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയുടെ പാർട്ടിയിലുള്ള ആരെങ്കിലും വിളിച്ചൊന്ന് പറ്റിക്കാം നമുക്ക്. അതായത് ചേച്ചിയുടെ സുഹൃത്ത് വിളിച്ചിട്ട് ചേച്ചി പറയുക ഞാൻ സീരിയലിന് ഇവിടെ വന്നതാണ്. ചേച്ചി ഏതാ പാർട്ടി? CPI കാരിയാണ്. എന്നെ ആരും ഒന്നും ചെയ്യല്. ഞാൻ സത്യസന്ധയാണ് പറയട്ടെ. അല്ല പറയട്ടെ. അപ്പം അത് വിളിച്ചിട്ട് ചേച്ചി എന്നത് പറയണം. ഇത് ലൊക്കേഷനിൽ പിന്നെ നമ്മുടെ പാർട്ടിയുടെ ആരെങ്കിലും ഇവിടെ പരിചയമുണ്ടോ, ഇവിടെ സീരിയൽ നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹളം വെക്കുന്നു, നീ ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമെന്ന് ചോദിക്കണം. ആ പ്രാങ്കാണ്, പ്രാങ്ക് കോളാണ്. അവരെ ഹെൽപ്പ് ചെയ്യാൻ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബിന്ദു, ഞാൻ ഒരു ചെറുപ്പടലിൽ പെട്ടിരിക്കടി, നീ എന്നെ ഒന്ന് ഹെൽപ്പ്. അതെ, ഞാനിവിടെ ഷൂട്ടിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇവിടെ ഇൻ്റർവ്യൂവിന് ഒരു ടീം വന്നു. അപ്പോൾ എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഇൻ്റർവ്യൂവിന് ഇരുന്നു. ഇവർ വിളിച്ചിട്ടാണ് ഞാൻ വന്നിരുന്നത്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നോട് അവർക്ക് 25,000 രൂപ വേണമെന്ന് ഞാൻ വിളിച്ചിട്ടാണ്. ചേട്ടാ പറയണേക്ക് ഞാനൊന്ന് പറയട്ടെ, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ 25,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ എനിക്കിതിപ്പോൾ സുഭാഷോടൊക്കെ പറഞ്ഞാൽ ചീത്ത പറയുന്നു. ഇതറിയണം, ഞാൻ ഇവരോട് വരാൻ പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ സെറ്റിൽ അലമ്പുണ്ടാക്കുക. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഷോട്ടിന് വിളിച്ചു. എനിക്കിത് സാറ് വിളിക്കാം. സാറ് പറഞ്ഞു മഞ്ജുവിനോട് ആരാ പോകാൻ പറഞ്ഞ, ഞങ്ങളോട് ചോദിക്കേണ്ട ഇൻ്റർവ്യൂവിന് ആരാ പറഞ്ഞ്. അപ്പം ഞാൻ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ഞാൻ പറയണത്. എന്നെ ഇപ്പോൾ ഷൂട്ടിന് വിളിച്ചു. എനിക്ക് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ്. അല്ല ബിന്ദു, നീ പറയ്. ഞാൻ അവരെ ഇൻ്റർവ്യൂ അവർ വന്നിട്ട് എന്നെ എടുത്തു. ഇവരെന്ത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പൈസ ചോദിക്കണേ? 25,000 രൂപ ഇവരെന്നോട് ചോദിക്കണേ. എനിക്കാണെങ്കിൽ ഷോട്ടിന് വിളിക്കണ്ടേ. നീ ഒന്ന് ഇവരോട് സംസാരിക്കുമോ? ഇടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവര് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നീ ഒന്ന് പറഞ്ഞു. അത് ഞാൻ ഷോട്ടിന് പോവാന്ന് നിങ്ങൾ പറയും. ഇതാരാണ്? എന്റെ കൂട്ടുകാരി. ഞാൻ എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ്. ഹലോ ഹലോ. ചേച്ചി ചേച്ചി, നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഇന്റർവ്യൂ ചെയ്തിട്ട് പിന്നെ പൈസ അങ്ങോട്ട് വാങ്ങണം. ഞാൻ ഇങ്ങോട്ട് വന്ന ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഈ ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നല്ലോ. ഈ ചേച്ചി ഇവിടെ കസേര വന്നിരുന്നതാ. എനിക്ക് പോലും അറിയത്തില്ല ചേച്ചി ഏതാന്ന്. എനിക്കറിയത്തില്ല. ഞാനിവിടെ വേറെ ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നത്, ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നത്. ഈ ചേച്ചി വന്ന് കസേര ഇരുന്നിട്ട് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ വന്ന നഷ്ടം തരണം. വേറെ ആർട്ടിസ്റ്റിനെ കിട്ടിയതല്ലോ ഈ ചേച്ചി കാരണം. ഈ ചേച്ചി കാരണം മറ്റുള്ളവരെ കിട്ടിയതില്ല. വേറെ ആരും കിട്ടിയിട്ടില്ല എന്ന് വന്നിട്ട് ഈ ചേച്ചി വന്ന് കസേര കയറിയിരുന്നു. അല്ല ഈ ചേച്ചി നമുക്ക് അറിയത്തില്ല. നമ്മൾക്ക് ഹലോ അറിയാത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കസേര വന്നിരുന്നിട്ട് ഡയറക്ടർ പറഞ്ഞ് എടുക്കാൻ പറയാൻ നമ്മൾ എന്ത് ചെയ്യാനാ? ഇതിപ്പോ ചേച്ചിയുടെ എനിക്ക് ചേച്ചിയോട് സംസാരിക്കാൻ താല്പര്യമില്ല. 25,000 ചേച്ചി ഞാൻ തന്നെ ഇവരോടൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് എന്റെ ആവശ്യമില്ല. ചേച്ചി ഞങ്ങളെ വിളിച്ചിട്ടില്ല. ചേച്ചിയെ വിളിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ കൺട്രോളർ പറഞ്ഞത്. ഡയറക്ടർ പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് നിൽക്കട്ടോ, എന്നെ സാർ അവിടെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി പോകാൻ പറ്റത്തില്ല, പൈസ തരാതെ പോകാൻ പറ്റത്തില്ല. നോക്കി ഞാൻ എന്നെ ഇവര് ട്രാപ്പ് ചെയ്ത പോലെ ഡയറക്ടറാണ് വിളിച്ചത്. ഇന്റർവ്യൂ കഴിഞ്ഞൂടെ നിനക്കൊരു 25,000 എപ്പോഴും പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നിനക്ക് വൈകിട്ട് എല്ലാം ഒപ്പിച്ച് തരാം. എന്റെ ഇപ്പൊ പേയ്മെന്റ് ഇല്ല. ഒരു മിനിറ്റ്. അപ്പൊ ഒരു കാര്യം, ചേച്ചിക്ക് ഇവിടെ വരാൻ പറ്റുമോ? ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. പാലക്കാടാണെങ്കിൽ അവിടുന്ന് ട്രെയിനിൽ വരും. ഞങ്ങൾ ഈ രാത്രി മൊത്തം ഇവിടെ പിടിച്ചിരുത്തിക്കോളാം. ഞങ്ങൾ ഈ കസേര തന്നെ ഇരിക്കാം, എങ്ങോട്ടും പോകത്തില്ല. നിങ്ങൾ ജാമ്യം നിന്നാൽ വിടാം. നിങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ ജാമ്യം നിന്നാൽ അപ്പോൾ ചേച്ചി വിടാം, അഭിനയിക്കാൻ വിടാം. 2 ദിവസത്തിനുള്ളിൽ ചേച്ചി പൈസ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഓക്കെ പറയാമെങ്കിൽ ഇപ്പോൾ വിടാം. ഓക്കെ ആണോ? ഹലോ. കൊടുക്കാം. കേട്ടോണ്ടിരിക്കുകയാണ്, പറഞ്ഞോളൂ. ബിന്ദു, ഇവരൊരു പൊടിക്ക് സമ്മതിക്കില്ല. ഡയറക്ടറാണെങ്കിൽ അവിടെ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ ഞാൻ പൈസ തരാം. ചേച്ചി അങ്ങക്ക് പോകാനുള്ളത് എറണാകുളം പോകാനുള്ളതാ. ചേട്ടാ അതിന് ഇവര് പാലക്കാട് നിന്ന് വരണം. ആരാ ചേട്ടൻ? ചേച്ചിയുടെ എന്നെ ചേട്ടാ എന്തിനാ വിളിക്കുന്നത്? സോറി അനിയ. അങ്ങനെ വിളി. അതെ, ഇവര് പാലക്കാട് നിന്ന് വരണം. നീ എനിക്ക് സുഭാഷിനോട് പറഞ്ഞ ചീത്ത പറയട്ടെ, എന്നെ കൊല്ലും. ഞാൻ നിനക്ക് ട്രെയിൻ ടിക്കറ്റ് അയച്ചു തരാം. ഞാൻ നിനക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നീ ഒന്ന് ഒപ്പിട്ട് ജാമ്യം നിന്നാ മതി. വാക്കിൽ പറയാൻ പറ്റത്തില്ല. ഞാൻ ടിക്കറ്റ് ഇട്ട് തരടി. ഉണ്ണീനെ വിടുവോ? ഉണ്ണീനെയോ മറ്റോ അവരെങ്ങനും ആരെങ്കിലും. നല്ല ആള് തന്നെ ചേച്ചി. ഒരു സഹായത്തിന് ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് വിളിച്ച് സംസാരിച്ച് ഹെൽപ്പ് ചെയ്യുന്നു. ചേച്ചി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ തിരിച്ച് ചേച്ചിക്കാണ് തിരിച്ചൊരു പ്രശ്നം വന്നാൽ പുള്ളിക്കാരി വരത്തില്ലേ? അതിപ്പോ ഇങ്ങനത്തെ ഇത്രയും ലോങ് അല്ലേ അവള് പോകുന്ന പോലെ എനിക്ക് പെട്ടെന്ന് തന്നെ പോരാൻ പറ്റില്ല. ഞാനിവിടെ ഷോപ്പിലാണ്, വർക്കിലാണ്. പെട്ടെന്ന് എങ്ങനെയാ വരാൻ പറ്റുക? ചേച്ചി പെട്ടെന്ന് വരണ്ട.
നിങ്ങള് ഇങ്ങനെയൊക്കെ ഒരു കടുപ്പിടുത്തം പിടിച്ചാൽ എങ്ങനെയാ അവള് നാട് വിട്ട് പോവൊന്നുമില്ല. ചേച്ചി ഇങ്ങനെയുള്ളവരെ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് വെക്കില്ല കേട്ടോ. അല്ല ഇതാണ് ഫ്രണ്ട്, ഭയങ്കര ഡീപ്പാണ്, ആത്മാർത്ഥമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഒരു ബന്ധവും ഇല്ല. വരാൻ പറ്റാൻ ചേച്ചി പൈസ അല്ലേ മാല ഉരിഞ്ഞ്, ആ മാല ഉരിഞ്ഞ് ഇത് സ്വർണ്ണല്ല, അപ്പൊ എല്ലാം വെള്ളിയിട്ടുണ്ടാ ഇരിക്കുന്നില്ലേ. അപ്പൊ എന്തായാലും ശരി ബിന്ദു ചേച്ചി, ശരി. അപ്പം ഞങ്ങൾ മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്ന് ഇൻ്റർവ്യൂ എടുത്തുന്നത് ചേച്ചിക്ക് ഒരു പ്രാങ്ക് കോൾ തന്നെയാണ്. ഒരു കോൾ ചെയ്തിട്ട് ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു പണി തരാൻ വേണ്ടി വിളിച്ചതാണ്. ചേച്ചി വരാൻ വേണ്ട, ആ കടയിൽ നിന്ന് ജോലി ചെയ്തോളൂ കേട്ടോ. ഞാൻ ആ ചേച്ചിയുടെ കൊടുക്കാം. എൻ്റെ പേര് അനീഷ് ഖാൻ എന്നാണ് കേട്ടോ. നീ എന്നെ നാട്ടിച്ചില്ലടി, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്ത് ചങ്കാണെന്നൊക്കെ പറഞ്ഞ് നീ ഓടി വരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഓടി വരാന്നില്ലേ, നീ എന്നെ നല്ല രീതിയിൽ വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റുന്നുണ്ട്. പിന്നെ പെട്ടെന്നൊക്കെ വിളിച്ചൊരു മുന്നറിയിപ്പ്. ആ ചേച്ചിയുടെ സൗണ്ട് അടച്ചു കേട്ടോ. തോന്നി. ചേച്ചി പേടിക്കണ്ട, സൗണ്ടൊക്കെ ക്ലിയർ ചെയ്തു. അപ്പം ഞാൻ ചേച്ചി പിന്നെ വിളിക്കും. താങ്ക് യു സോ മച്ച് ചേച്ചി കേട്ടോ. താങ്ക് യു. നന്നായി. ബിന്ദു തൃത്താല. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ എന്തായാലും അത് വാങ്ങിച്ചു കൂട്ടിക്കോ, രാത്രി തിരിച്ച് വിളിക്കും. പുള്ളിക്കാരിക്ക് വരണമെന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാം. 25,000 പെട്ടെന്ന് എൻ്റെ അടുത്ത് 5,000 രൂപ എൻ്റെ കാണത്തില്ല. പിന്നെ 25,000 വിളിച്ച് ചോദിച്ചാൽ ചേച്ചിയുടെ പെട്ടെന്ന് എടുക്കാൻ കാണുമോ? ആൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥ. കാരണം അമ്മായിമ്മ വയ്യാണ്ട് വീട്ടിൽ പാർലർ ഓപ്പൺ ആക്കിയിട്ടിരിക്കും, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ പുള്ളി ഇത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്ത് ചേച്ചി. അപ്പം ചേച്ചി ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രവും ഇനി വരുന്ന കഥാപാത്രങ്ങളൊക്കെ നന്നാവട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. സംഭവം ഇന്റർവ്യൂ ആണോ പ്രാങ്ക് ഇതാണോ? ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒരു പ്രാങ്ക് കൊടുത്ത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതെനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്റെ തെറി വിളിക്കും. ചേച്ചിക്ക് ഒരു പ്രാങ്ക് തരാന്ന് വിചാരിച്ചത്. എന്നെ വേണ്ട, ചേച്ചിയുടെ ഫേസ് കണ്ടപ്പോ എനിക്ക് തന്നെ ചേച്ചി എന്തെങ്കിലും എടുത്തിട്ട് എന്നെ അടിക്കുമെന്നുള്ളത് ചെറിയൊരു വില്ലത്തി ലുക്ക്. ദൈവമേ, ഞാൻ ഈ വില്ലത്തി കഥാപാത്രങ്ങൾ ചെയ്ത് ഞാനൊരു വില്ലത്തി ആയോന്ന് എനിക്കറിയുന്നു. കുഴപ്പമില്ല ചേച്ചി, ഈ അപ്പിയറൻസ് ഉള്ള എപ്പോഴും നല്ല, ആരും അടുക്കത്തില്ല, മനസ്സിലായില്ലേ? ഒന്ന് ആലോചിക്കും, ചേച്ചിയോട് ഒന്ന് സംസാരിക്കും, ഒന്ന് ആലോചിക്കും, പോയി സംസാരിച്ച് നമ്മൾ എന്ത് പറയുന്നുള്ളത്. ഇനി എന്തായാലും വളരെ സന്തോഷം ചേച്ചി. എന്നോട് ആരും സംസാരിക്കാൻ വരാത്തല്ലേ? ഇല്ല, സംസാരിച്ചു കഴിഞ്ഞ പിന്നെ എന്നെ ഇവിടെ ചേച്ചി ഞാനിപ്പോ അവിടെ വെച്ച് കണ്ടപ്പം ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച്, പടച്ചവനെ ഇവരെ കണ്ടിട്ട്, ഞാൻ കണ്ടപ്പോ പറഞ്ഞതാ, പടച്ചവനെ ഇവരെ കണ്ടിട്ട് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പൊലപ്പിക്കൊണ്ടാ പോയത്. കണ്ടപ്പോ ഞാൻ കണ്ടേ, എന്നെ ഫസ്റ്റ് കാണുന്നവരെല്ലാവരും ഒന്ന് പറയാറുണ്ട്, ഓ ഒരു ചാടയെന്ന് തോന്നുന്നുണ്ട്, ഒരു പ്രശ്നക്കാരിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നെ അടുത്തിടപെടുക പിന്നെ ആ സെറ്റിലെ എന്നെ ട്രോളി കൊല്ലണത് തന്നെയായിരിക്കും. അല്ല ഇപ്പൊ നീ ട്രോളിക്കോളൂ, ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ ട്രോളി വന്നോളൂ. അപ്പോൾ നമ്മുടെ മൂവികളുടെ മിനി സ്ക്രീനിലെ പ്രേക്ഷകരോടെ ചേച്ചി എന്താ പറയാനുള്ളത്? പ്രേക്ഷകർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഞാൻ ചെയ്ത സീരിയലുകളിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദശയുടെ ക്യാരക്ടർ. അപ്പം എന്നെ അതുപോലെ ഞാൻ അമ്പാലിക എന്നൊരു കാര്യം എന്നെ ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും ദശയെന്ന് വിളിക്കുന്നത്. അതെനിക്കൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ദശ. പക്ഷെ ദശ ഞാൻ അതിൽ ഭയങ്കര വില്ലത്തിയായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്കൊക്കെ എന്നോട് സ്നേഹമായിരുന്നു. അതിൽ ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ പറയും ദശയല്ലേ ചോദിക്കും. അപ്പം ഞാൻ പറയും ഞാൻ ഇത്ര വില്ലത്തി കാണുമ്പോൾ അവർക്കതൊരു വില്ലത്തിയായിട്ട് കണ്ട് കോമാളിത്തരമായിട്ട് കണ്ടാണ്, ഒരു കൊമേഡിയനായിട്ട് കണ്ടു. ഞാൻ ഇത്രയും നെഗറ്റീവ് ചെയ്തിട്ട് അല്ല അതൊരു കോമഡി വല്ലതും കാണിക്കുന്നുണ്ടോ? വില്ലത്തി കോമഡി ഒന്നുമില്ല, വെടി തോക്കൊക്കെ എടുത്തിട്ടാണ് കളി. ആ തോക്കെടുക്കുന്ന ആൾക്കാർക്ക് ചിരി വരുന്നത് അതുകൊണ്ടായിരിക്കും. അതല്ല, എന്നോടൊരാള് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മുഖത്തൊരു വില്ലത്തരം ഇല്ല, നിങ്ങളുടെ പെരുമാറ്റത്തിലും ഇല്ല, നിങ്ങളെ കൊണ്ട് സീരിയലുകാർ അത് ചെയ്യിപ്പിക്കുക, അടിച്ചേൽപ്പിക്കാന്ന്. അപ്പൊ അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള വില്ലത്തരാണ് എന്റെ മുഖത്ത്.